പാലക്കാട് എലവഞ്ചേരിയിലെ തുഞ്ചത്ത് എഴുത്തച്ഛൻ കോളേജ് മാഗസിൻ കത്തിച്ച എബിവിപി നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. പോലീസിൽ പരാതി നൽകിയതോടെ എബിവിപിക്കാർ ഭീഷണിയുമായി രംഗത്തെത്തി. സംഭവത്തിൽ പ്രതിഷേധിച്ച് എസ്എഫ്ഐയുടെ നേതൃത്വത്തിൽ പാലക്കാട് സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിച്ചു. ആസാദി മുദ്രാവാക്യം അച്ചടിച്ചുവെന്നാരോപിച്ചാണ് എബിവിപിക്കാർ കോളേജ് മാഗസിൻ കത്തിച്ചത്. കടലാസ് എന്ന് പേരിട്ട മാഗസിന്റെ പുറംചട്ടയിൽ വർഗീയവാദികളാൽ കൊല്ലപ്പെടുകയും ഭീഷണി നേരിടുകയും ചെയ്ത കൽബുർഗി, പൻസാരെ, എഴുത്തുകാരൻ പെരുമാൾ മുരുകൻ, രോഹിത് വിമുല, കനയ്യകുമാർ, ദളിത് നേതാവ് ജിഗ്നേഷ് മേവാനി എന്നിവരുടെ ചിത്രങ്ങളും ആസാദി മുദ്രാവാക്യങ്ങളും എഴുതിയിട്ടുണ്ട്. ഇതാണ് എബിവിപിയെ പ്രകോപിപ്പിച്ചത്. മാഗസിൻ കത്തിച്ചവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലങ്കോട് പോലീസിൽ പരാതി നൽകിയതായി മാഗസിൻ എഡിറ്റർ റൈന പറഞ്ഞു. എബിവിപിക്കാരിൽ നിന്ന് ഭീഷണിയുമുണ്ട്. നിയമപരമായി തന്നെ ഇതിനെതിരെ പ്രതിഷേധിക്കുന്നുണ്ട്. അപ്പൊ അതിനെതിരെ ഞങ്ങള് പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ഇനി കേസ് പിൻവലിച്ചില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവുന്നൊക്കെ പറഞ്ഞു ഒരുപാട് ഫോൺ കോൾസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കോളേജിൽ നിന്നും അങ്ങനെ കുറച്ച് എബിവിപിയുടെ കുറച്ച് ആളുകൾ ഭീഷണിയുടെ ഒരു രൂപത്തിൽ ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. മാഗസിൻ കത്തിച്ച നടപടിക്കെതിരെ എസ്എഫ്ഐ നേതൃത്വത്തിൽ പാലക്കാട്ട് പ്രതിഷേധ പ്രകടനവും സാംസ്കാരിക കൂട്ടായ്മയും നടന്നു. കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി എൻ രാധാകൃഷ്ണൻ നായർ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. സന്തോഷ് ചിക്കാനം, ചിത്രകാരൻ ബൈജുദേവ്, ഡിവൈഎഫ്ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് നിതിൻ കണിച്ചേരി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.